തമിഴ്നാട്ടിൽ മന്ത്രിമാരുടെ വകുപ്പുകളായിട്ടുണ്ട്. ആഭ്യന്തരം, വനിതാക്ഷേമം, യുവജനക്ഷേമം, ശിശുക്ഷേമം, അർബൻ ആൻഡ് വാട്ടർ സപ്ലൈ എന്നീ വകുപ്പുകളാണ് മുഖ്യമന്ത്രി ജോസഫ് സി വിജയ് ഏറ്റെടുത്തിരിക്കുന്നത്. കെ എ സെങ്കോട്ടയ്യൻ ധനകാര്യവും ഡോക്ടർ കെ ജി അരുൺരാജ് ആരോഗ്യവും ഏറ്റെടുത്തിട്ടുണ്ട്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, അങ്ങനെ വകുപ്പുകളിൽ തീരുമാനമായിട്ടുണ്ട്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ എങ്ങനെയാണ് വകുപ്പുകൾ ഏറ്റെടുത്തിരിക്കുന്നത്? പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം മുഖ്യമന്ത്രി തന്നെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ആഭ്യന്തരം, വനിതാ, യുവജനക്ഷേമം, ശിശുക്ഷേമം, അതുപോലെ തന്നെ നഗര വികസനം, ജലവിതരണ, ഈ വകുപ്പുകളെല്ലാം മുഖ്യമന്ത്രിയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട TVK നേതാവായിട്ടുള്ള N ആനന്ദ്, അദ്ദേഹം ജലസേചനവും റൂറൽ വികസനവും അതുപോലെ തന്നെ പഞ്ചായത്തും തദ്ദേശഭരണ വകുപ്പുമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. ആദവ് അർജുനയ്ക്കാണ് പൊതുമരാമത്ത് വകുപ്പും അതുപോലെ തന്നെ കായിക വകുപ്പും നൽകിയിരിക്കുന്നത്. കെ ജി അരുൺരാജാണ് ആരോഗ്യമന്ത്രി. അതുപോലെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളായി ഒന്നായി കണക്കാക്കുന്നത് ധനകാര്യമാണ്. ഈ ധനകാര്യ വകുപ്പ് ഈ മന്ത്രിസഭയിലെ ഏറ്റവും പരിചയസമ്പന്നനായിട്ടുള്ള കെ എ സെങ്കോട്ടയ്യനാണ് കൈകാര്യം ചെയ്യുക. അതുപോലെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പ് P വെങ്കിട്ടരമണനും, ഊർജം, നിയമം CTR നിർമ്മൽകുമാറും, രാജ്മോഹന് വിദ്യാഭ്യാസവും തമിഴ് വികസനവുമാണ് നൽകിയിരിക്കുന്നത്. S കീർത്തനയ്ക്കാണ് വ്യവസായ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഈ തമിഴ്നാടിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് വലിയ ആശങ്ക ഈ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വിജയ് പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും ഈ ആശങ്കകളൊക്കെ മറികടക്കാനുള്ള ഒരു ടീം തന്റെ പക്കലുണ്ട്, അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒരു ടീം തന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് 9 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത്. വൈകാതെ തന്നെ മന്ത്രിസഭാ വികസനം ഉണ്ടാകുമെന്നുകൂടി അറിയുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച്, വകുപ്പുകൾ സംബന്ധിച്ച് ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ TVKയ്ക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും വൈകാതെ തന്നെ അതെല്ലാം പരിഹരിച്ച് മന്ത്രിസഭാ വികസനം നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.